ഒരുവന്റെ നോട്ടത്തിലൂടെ മറ്റൊരാൾക്ക് ദോഷം വരും എന്ന വിശ്വാസമാണ് ദൃഷ്ടിദോഷം അഥവാ കണ്ണേർ ദോഷം. കുട്ടികൾ, ഗർഭിണികൾ, സുന്ദരീ സുന്ദരന്മാർ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കാണ് ഈ ദോഷം പെട്ടെന്ന് വരുന്നത് എന്നാണ് വിശ്വാസം. പുറത്തു പോയിട്ട് വരുമ്പോഴും അപരിചിതർ കുഞ്ഞിനെ കാണാൻ വരുമ്പോഴും കണ്ണേർ പറ്റാതിരിക്കാൻ പണ്ടുള്ളവർ ചെയ്യുന്ന ആചാരമാണ് കടുകും മുളകും ഉഴിഞ്ഞിടൽ. കടുക് തൂവാതെ ഉപ്പും മുളകും കടുകും കയ്യിലെടുത്ത് ഓം നമഃശിവായ ചൊല്ലി 3 തവണ ഉഴിഞ്ഞ് അടുപ്പിലേക്ക് ഇടുന്നതാണ് ചടങ്ങ്. മുളക് കടുത്ത രൂക്ഷഗന്ധം വന്നില്ലെങ്കിൽ ദൃഷ്ടിദോഷം മാറിയില്ലെന്നും 1 തവണ കൂടി ഉഴിഞ്ഞിടണമെന്നുമാണ് മുത്തശ്ശിമാർ പറയുന്നത്. മുതിർന്നവരെയും ഇതുപോലെ ഉഴിഞ്ഞിടാവുന്നതാണ്. കുഞ്ഞുങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ കണ്ണേറി ഏൽക്കാതിരിക്കാൻ ചെവിയുടെ പുറകിലോ കാൽവെള്ളയിലോ കറുത്ത പൊട്ടിടുക, കരിവളകൾ അണിയുക, ഒരു പാണലിൻ്റെ ഇല കുഞ്ഞിൻ്റെ ദേഹത്തെവിടെയെങ്കിലും മറ്റുള്ളവർ കാണാത്ത രീതിയിൽ വയ്ക്കുക എന്നീ ആചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നു. ഗർഭിണികൾ പുറത്തു പോകുമ്പോൾ കണ്ണു കിട്ടാതിരിക്കാൻ കയ്യിൽ ഒരു ഇരുമ്പ് കഷണമോ പാണൽ ഇലയോ കരുതാൻ പഴമക്കാർ പറയും. ഇതിനു ശാസ്ത്രീയമായ അടിസ്ഥാനമെന്തെന്നാൽ പാണയില വൈറസുകൾക്കെതിരെയുള്ള ഔഷധമാണ്. ഇരുമ്പ് ആവശ്യമില്ലാത്ത പ്രാണവായുവിനെ വലിച്ചെടുക്കും. ഗർഭിണികൾക്ക് പോസിറ്റീവായ ഒരു ചുറ്റുപാട് സൃഷ്ടിക്കുക എന്ന ഉദ്ദേശമായിരുന്നു ഇത്തരം പ്രയോഗങ്ങൾക്ക് പിന്നിൽ. കുഞ്ഞുങ്ങളുടെ ഓമനത്വവും ഭംഗിയും എളുപ്പത്തിൽ കണ്ണീർ പറ്റാൻ സാധ്യതയുള്ളതിനാൽ 28 കെട്ട് ചടങ്ങ് നടത്തുമ്പോൾ കെട്ടുന്ന കറുത്ത ചരടിൽ പഞ്ചലോഹങ്ങളും ഉൾപ്പെടുത്തുന്നു.